നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കുറച്ച് നിയമങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിന്റേതായ റിസൾട്ട് ഉണ്ട്. അത് നല്ലതായാലും ചീത്തയായാലും നാം ഈ പ്രപഞ്ചത്തിലേക്ക് എന്ത് ഊർജവും ചിന്തകളും നിക്ഷേപിച്ചാലും അതിനൊരു റിസൾട്ട് തിരിച്ചു കിട്ടും. നല്ല പോസിറ്റീവായ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഫലങ്ങളും, അതേസമയം നെഗറ്റീവാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായ റിസൾട്ടുമായിരിക്കും കിട്ടുക. ഇതിനെയാണ് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല. അതെങ്ങനെയായിരിക്കണം എന്ന തീരുമാനവും ഉത്തരവാദിത്വവും നാം ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ചിന്തകളും ഉദ്ദേശങ്ങളും പ്രവൃത്തികളുമാണ് നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് വരുന്നതുപോലെ വരട്ടെ എന്നോ എല്ലാം നിങ്ങൾക്കായി സ്വയം പ്രവർത്തിക്കുമെന്നോ കരുതി കാത്തിരിക്കാതെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പ്രവർത്തിക്കൂ. നമ്മുടെയോ മറ്റുള്ളവരുടെയോ ഒക്കെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ പരിമിതികളെ അംഗീകരിക്കണം. നാം നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും വളർച്ചയ്ക്കായുള്ള അവസരങ്ങൾ കണ്ടെത്തണം. അതുപോലെ നാം നിയന്ത്രിക്കേണ്ടത് മറ്റുള്ളവരെയല്ല, സ്വയമാണ്. നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പഠിക്കണം, അറിവ് വർദ്ധിപ്പിക്കണം. സ്വന്തം വളർച്ചയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇതെല്ലാം കഴിയും. കാരണം യഥാർത്ഥ മാറ്റം ആരംഭിക്കേണ്ടത് ഓരോ വ്യക്തികളിൽ നിന്നുമാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഊർജവും സമയവും ഉദ്ദേശങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം ചെലവാക്കേണ്ടത്. ജീവിതത്തിൽ നേടേണ്ട ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുക. അതിനായി ഫുൾ ഫോക്കസ്ഡ് ആയി പ്രവർത്തിക്കുക. ദാനം ചെയ്യാനുള്ള മനസ്സും ആതിഥ്യ മര്യാദയും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും പങ്കുചേരാനും അർഹതയുള്ളവർക്ക് പിന്തുണ നൽകാനും അനുകമ്പയും ദയയും സഹാനുഭൂതിയും ഉള്ളവർക്കാണ് കഴിയുക. നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണം. തെറ്റായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന് വിധിയെയോ ദൈവത്തെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാം ജീവിതത്തിൽ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം. അങ്ങനെ സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെയധികം ചിന്തിച്ചു മാത്രമായിരിക്കും പിന്നീടുള്ള ഓരോ തീരുമാനങ്ങളും നാം എടുക്കുക. നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവൃത്തികളാണ് ഇന്നത്തെ നിങ്ങളെ രൂപപ്പെടുത്തിയത്. അതുപോലെ ഇന്നത്തെ പ്രവൃത്തികളാണ് നാളെ നിങ്ങൾ ആരായി തീരുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു മാർഗം. കഴിഞ്ഞ കാലത്തെയോ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെയോ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുകയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള അവസരങ്ങൾ കാണുക, അവയെ നന്നായി പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെയും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെയും നാം മനസ്സിലാക്കണം. അവയോടൊപ്പം നമ്മിലും മാറ്റങ്ങൾ ഉണ്ടാകണം. നമുക്കും വളരാൻ കഴിയണം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പോസിറ്റീവായ റിസൾട്ടുകൾക്കും വിജയങ്ങൾക്കുമായി പലപ്പോഴും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക. ശ്രമങ്ങൾക്കൊടുവിൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നാം ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളും, അത് വലുതോ ചെറുതോ ആകട്ടെ, അതിന് ഈ ലോകത്ത് അതിന്റേതായ സ്ഥാനമുണ്ട്. നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കായി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.